അപ്പോളേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് യെസ് ടൈം പീരീഡും ഫ്രീക്വൻസിയും നമ്മൾ സെപ്പറേറ്റ് ആയിക്കാണ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ക്ലിയർ? നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ടൈം പീരീഡ്. നമ്മൾ ആദ്യം ടൈം പീരീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ അഥവാ ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമയം അതായിരുന്നല്ലോ. യെസ്, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കാണുന്ന പെൻഡുലം ഒരു ഓസിലേഷൻ മൂവ് ചെയ്ത ട്രാക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം അത് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? അതിനെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. ദാറ്റ് ഈസ് ടൈം ഫോർ വൺ ഓസിലേഷൻ അല്ലേ? ഒരു ഓസിലേഷൻ അഥവാ ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര ടൈം വേണം, അതിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു അളവിനെ മെഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം ഫോർ വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടെത്താം? ഒരു പെൻഡുലം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു പെൻഡുലത്തിന് അഥവാ ഈ പെൻഡുലം എൻ്റെ കയ്യിലുണ്ട്. ഈ പെൻഡുലത്തിൻ്റെ ഏകദേശം n ഓസിലേഷൻസ്, അതായത് ഇതേപോലത്തെ ഇത് അങ്ങോട്ടോട്ട് പോലെ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓസിലേഷൻ 1 2 3 and 4 ഇങ്ങനെ ഈ ഓസിലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം n ഓസിലേഷൻസ് n ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ കാണുന്ന പെൻഡുലത്തിന് t സെക്കൻഡ് സമയം ആവശ്യമായി എന്ന് കരുതാം. അത് n നമ്പർ ഓഫ് ഓസിലേഷൻസ് പൂർത്തിയാക്കാൻ ഏകദേശം t എന്ന് പറയുന്ന സമയം ആവശ്യമായി എന്ന് കരുതാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ടൈം പീരീഡ്? ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ എന്താണ്? t/n അല്ലേ? 10 ഓസിലേഷന് 20 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ എത്ര സെക്കൻഡ് കാരണം അല്ലേ? 10 ഓസിലേഷൻസ് ഉണ്ട്. എത്രയാണ്? 10 ആണ്. അതിനാവശ്യമായുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്? t ഈസ് ഈക്വൽ ടു 20 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തുടരാം. സിമ്പിളായിട്ട് പറഞ്ഞൂടെ? എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ എത്ര കാലം വരിക? ഒരു ഓസിലേഷൻ ഏകദേശം എത്ര വരും? 20/10 അഥവാ 2 സെക്കൻഡ് സമയം എന്തായിരിക്കും ആവശ്യമായിട്ട് വരും. ക്ലിയർ? ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടൈം പീരീഡ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? ദെൻ ദർസ് എ ക്വസ്റ്റ്യൻ. അവിടെ നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞുള്ളത് ഏകദേശം 20 ദോലനങ്ങൾ പൂർത്തിയാക്കാൻ അഥവാ 20 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് n ഈക്വൽ ടു എത്രയാണ്? 20. ഓക്കെ, എത്ര സെക്കൻഡ് എടുത്തു? 30 സെക്കൻഡ്സ് എടുത്തു. അതായത് ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, 30 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ടൈം പീരീഡ്? അതിൻ്റെ ടൈം പീരീഡ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ദാറ്റ്സ് ഇക്വേഷൻ നമ്മൾ കയ്യിലുണ്ട്. ടി ഈസ് ഈക്വൽ എന്താ? t/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര വരും? ടി ഈസ് ആക്ച്വലി 30 ഡിവൈഡഡ് ബൈ 20. എത്ര? 30 ഡിവൈഡ് ബൈ 20 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 സെക്കൻഡ് എന്നർത്ഥം. ക്ലിയർ? അതായത് ഇതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? അതിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം ആവശ്യമാണ്? യെസ്, 1.5 സെക്കൻഡ്സ് ആവശ്യമാണ്. കിട്ടില്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? യെസ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പഠിപ്പിച്ചു തരാം. കുറച്ച് ലോജിക്കലി അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കിഡിലായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ടൈം പീരീഡുമായി ബന്ധപ്പെട്ട ഒരു കിഡിലെ സാധനം. ഓക്കെ, എന്താണല്ലേ? ശ്രദ്ധിച്ചോട്ടോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സംഭവം കാണിച്ചു തരാം. ഇവിടെ ഓക്കെ ഫൈൻ. ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ്റെ 4 സ്ട്രക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് ഞാൻ 4 ഫിഗറിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് നിന്ന്, അതായത് ഇയാളുടെ ഇനീഷ്യൽ പോയിന്റ് നിന്ന്, ഇതാണ് ഇയാളുടെ ഇനീഷ്യൽ പോയിന്റ് നിന്ന് ആംപ്ലിറ്റ്യൂഡ് വരെ ഒരു വശത്തേക്ക് മാത്രം പോയി. ക്ലിയർ? ഇനീഷ്യൽ പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് വരെ മാത്രം ഈ ഒരു പാത്ത് മാത്രം കവർ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ? രണ്ടാമത്തെ കേസ്. ക്ലിയർ? രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ? ഈ ഒരു പാത്ത് മാത്രം. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ അറിയോ? അങ്ങോട്ടേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നു. അതായത് ഇതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഒരു സൈഡിലേക്ക്, മാക്സിമം സൈഡിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് ഇവിടേക്ക് തന്നെ റിട്ടേൺ വന്നു. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്താ കാണിച്ചിട്ടുള്ളത്? ഇയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ് എന്ത് ചെയ്തു? മാക്സിമത്തിലേക്ക് പോയി തിരിച്ച് വന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മാക്സിമത്തിലേക്ക് പോയി. ക്ലിയർ? എതിർവശത്തുള്ള മാക്സിമത്തിലേക്ക് പോയി. ക്ലിയർ? ആൻഡ് ഫൈനലി എന്ത് ചെയ്തു? ഇയാൾ ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? ഇനിയാണ് ഐഡിയ. ശ്രദ്ധിച്ചോട്ടോ, എന്താ ഐഡിയ അല്ലെ? എന്താ ട്രിക്ക് എന്നുള്ളത്? ഇവിടെ ഇതെന്ത് പറഞ്ഞാൽ എന്താ? ഇത് ആക്ച്വലി ഒരു ഓസിലേഷനാണ് അല്ലേ? ഇതെന്താണ്? ഒരു ഓസിലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ദോലനാണ്. ഒരു കംപ്ലീറ്റ് ദോലനം പൂർത്തിയാക്കാൻ ഈ കാണുന്ന ആൾക്ക് എത്ര ടൈം വേണ്ടി വരടാ?
യെസ്, ടി സെക്കൻഡ്സ് ആവശ്യമുണ്ട്. എത്ര ആവശ്യമുണ്ട്? ടി സെക്കൻഡ്സ് ആവശ്യമുണ്ട്. കിട്ടിയോ? യെസ്, ഫൈൻ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് ആക്ച്വലി എത്രയാണ്? എനിക്ക് ഇത് ആക്ച്വലി 3/4 മുക്കാലാണ്. ഓക്കെ, എത്രയാണ്? 3/4 ടൈംസ് ഓഫ് ഓസിലേഷൻ. ഒരു ഓസിലേഷനിൽ അത്രേ ഉള്ളൂ. ഒരു ഓസിലേഷൻ്റെ മുക്കാൽ ഭാഗം അഥവാ 3/4 ടൈംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് ഇത് ശരിക്കും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് 4 പാത്ത് ഫോളോ ചെയ്യണം. നമ്മൾ എത്ര പാത്തേ ഫോളോ ചെയ്തുള്ളൂ? 4ൽ 3 പാത്ത് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും? ദാറ്റ്സ് ആക്ച്വലി 3/4 ടൈംസ് ഓഫ് ടി. ക്ലിയർ? കിട്ടിയോ? അടുത്തൊന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോട്ടോ. ഇത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. ഹാഫ് ഓഫ് ഓസിലേഷൻ അല്ലേ? ഒരു ഓസിലേഷൻ്റെ പകുതിയേ ഉള്ളൂ. ഹാഫ് ഓഫ് ഓസിലേഷൻ മാത്രമേ ഉള്ളൂ. ഹാഫ് ഓസിലേഷൻ ആണെങ്കിൽ ടൈം എത്ര കാരം ഉണ്ടാവുക? ഇതിനാവശ്യമായുള്ള ടൈം എത്രയാണ്? ഈ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള സമയം എത്ര കാരം? ഇറ്റ് ഈസ് T/2. ക്ലിയർ? അതായത് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഒരു സൈഡിലേക്ക് മാത്രം പോയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഓഫ് ദിസ് ഓസിലേഷൻ്റെ 1/4 ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും? യെസ്, T/4 ടൈം ആവശ്യമായിട്ട് വരും. കിഡിലൻ ട്രിക്കാണ്, ഓർത്ത് വെച്ചുകൊണ്ട് സിമ്പിൾ സാധനമാണ്. അതായത് ഒരു ഫുൾ ഓസിലേഷൻ കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം. ഓക്കെ, ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. ഒരു ഫുൾ ഓസിലേഷൻ കവർ ചെയ്യാൻ ആവശ്യമായുള്ള ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ടി ആണ്. എന്നാൽ മുക്കാൽ ഭാഗത്തേക്ക് അഥവാ തുലന ബിന്ദു അഥവാ ഇക്വിലിബ്രിയം പോയിന്റ് തുടങ്ങി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് വന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായുള്ള ടൈം എത്രയാണ്? 3/4 ടി ആണ്. അടുത്തത് ഹാഫ് ഓസിലേഷൻ. ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക് മാത്രം പോയി. ഹാഫ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ടൈം എത്രയാണ്? T/2 ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? T/4. മനസ്സിലായോ? സാധനം മനസ്സിലായോ? കിട്ടിക്കണോ? എന്നാൽ ഇത് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റാക്കി തരാം. ആയിക്കോട്ടോ. ഓരോന്നും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് പോവാം. എന്ന് സൂം ചെയ്യാനേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് യെസ് വായിച്ചു കേട്ടോ. എന്താണ്? ഒരു പെൻഡുലം അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് ദോലനം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ തുലന സ്ഥാനം എന്ന് വരക്കാം. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടുന്ന് ഒരു വശത്തേക്ക് എന്ത് ചെയ്തു? ദോലനം ചെയ്ത്. ഓക്കെ, ഒരു വശത്തേക്ക് ദോലനം ചെയ്ത് എന്ത് ചെയ്യുന്നു? ആദ്യ സ്ഥാനത്ത് എത്താനെടുക്കുന്ന സമയം ഡാഷ് ആയിരിക്കും. അപ്പോൾ ഒരു വശത്തേക്ക് ദോലനം ചെയ്തു അല്ലേ? ഒരു വശത്തേക്ക് ദോലനം അങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് റിവേഴ്സ് ചെയ്തു. വീണ്ടും അതേ വശത്തേക്ക് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. ഇതിനെത്ര ടൈം ആവശ്യമായിട്ട് വരും? ഈ ഒരു മോഷന് എത്ര ടൈം ആവശ്യമായിട്ട് വരും? ഇതാണ് ചോദ്യം. ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. എന്താ അത്? ഹാഫ് ഓഫ് ഓസിലേഷൻ അല്ലേ? പകുതിയല്ലേ? ഒരു ദോലനത്തിനല്ല, പകുതി ദോലനല്ലേ? പകുതി ദോലനാണെങ്കിൽ ടൈമും തന്നെ പകുതി കാരം. അപ്പോൾ എത്ര ഉള്ളത്? യെസ്, ടൈം പകുതി ഉള്ളത് ഏതാണ്? T/2. ദ ആൻസർ ഈസ് T/2. കിട്ടിയോ? സാധനം മനസ്സിലായോ? അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് ദോലനം ചെയ്ത് തിരികെ അതേ സ്ഥാനത്ത് എത്താൻ സെയിം സിറ്റുവേഷൻ. ഇതാണ് തുലന സ്ഥാനം. ഇവിടുന്ന് ഒരു വശത്തേക്ക് ദോലനം ചെയ്ത് വീണ്ടും അതേ വശത്തേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ദോലനം അല്ലേ? അരദോലനം അല്ലേ? അരദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യമായുള്ള ടൈം ടി ആണ് എങ്കിൽ എന്താ കണ്ടത്? ആവൃത്തി എത്രയായിരിക്കും? എന്താ കണ്ടത്? ആവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലേ നമുക്ക് ആദ്യം ആവൃത്തിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ അത് പഠിച്ചിട്ട് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അതവിടെ കേട്ടോ. ഇതവിടെ സാധനം അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെറ്റാക്കിട്ടോ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ മുന്നോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും. ഒരു പെൻഡുലം ഒരു ദോലനത്തിനെടുത്ത സമയം T സെക്കൻഡ് ആണെങ്കിൽ പീരിയഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മണ്ടന്മാരല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയം അതന്നല്ലേ പീരിയഡ്. അപ്പോൾ എന്താ ആൻസർ? ടി തന്നെ ആൻസർ. കാരണം എന്താ? ഒരു ദോലനത്തിനെടുത്ത സമയം ടി. ഒരു ദോലനത്തിനെടുത്ത സമയത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം പീരിയഡ്. സോ ദ ആൻസർ ഈസ് ടി. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ക്ലിയർ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് ഇസ് ഫ്രീക്വൻസി? ആവൃത്തി എന്ന് പറയും അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടായ ദോലനങ്ങളുടെ എണ്ണം. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഇയാൾ ഉണ്ടാക്കി, അതിനെ വിളിക്കുന്ന പേരാണ് ഈ കാണുന്നത് ഈഫ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഈഫ് ഏകദേശം ടി എന്ന് പറയുന്ന സെക്കൻഡ് കൊണ്ട്
സെക്കൻഡ് സമയം കൊണ്ട് ഇയാൾ ഏകദേശം എൻ എന്ന് പറയുന്നത് എൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് ദോലനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഇക്വേഷനാണ് എന്ത്, n/t എന്ന് പറയുന്നത്. ആൻഡ് അതിന് യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ്, HZ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വായിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു വസ്തു 4 സെക്കൻഡിൽ 12 തവണ ദോലനം ചെയ്തു. അപ്പോൾ ടൈം എന്തുകൊണ്ടു എത്രയാണ്, 4 സെക്കൻഡാണ്. അതിൽ n എന്തുകൊണ്ടു എത്രയാണ്, 12 തവണ ദോലനം ചെയ്തു. ദെൻ വാട്ട് ഈസ് ഫ്രീക്വൻസി, ഒരു സെക്കൻഡിൽ എത്ര, അതാണ്. അപ്പോൾ എങ്ങനെ കണ്ടത്, n/t 12/4 that is equal to 3 not second actually 3 heads ട്ടോ. ഇതാ 3 heads. This is the answer. മനസ്സിലായോ, ഫ്രീക്വൻസി മനസ്സിലായോ, ഓക്കെ ആണോ? എന്നാലേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്തല്ലോ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടില്ലേ, F=n/t. ഞാൻ അതേപോലെ വേറെ ഇക്വേഷൻ ചെയ്തിട്ടോ, T=t/n. തൊട്ട് മുമ്പ് മേലെ പഠിച്ചിട്ടുള്ളതാണ് ഈ സാധനം, അല്ലേ? അതായത് ഈ രണ്ടാളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എഫ് ആൻഡ് ടി, എഫ് പറഞ്ഞാൽ ഫ്രീക്വൻസി, ടി പറഞ്ഞാൽ ടൈം. ഫ്രീക്വൻസി ടൈമും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ അറിയാം എനിക്ക്, എന്താ, യെസ് വിപരീത അനുപാതത്തിലാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. ഐ ക്യാൻ റൈറ്റ് F=1/t or T=1/f. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫ്രീക്വൻസി കൂടിയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും, കുറയും. ഓർ ഫ്രീക്വൻസി കുറഞ്ഞാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും, കൂടും. ഫ്രീക്വൻസിയും ടൈം പീരീഡും അഥവാ ആവൃത്തിയും അതിൻ്റെ ടൈം പീരീഡും തമ്മിൽ എന്താണ്, വിപരീത അനുപാതത്തിലാണ് അഥവാ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. കിട്ടിയോ? കാര്യം മനസ്സിലായോ? മതി. ഇനി നമുക്ക് എന്ത് അറിയോ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിച്ച ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഒരു പെൻഡുലം തുലന സ്ഥാനത്ത് ഒരു വശത്തേക്ക് പോയി റിവേഴ്സ് വന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഹാഫ് ദോലനം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? എന്താണ് ഹാഫ് ദോലനമാണ്. ഹാഫ് ദോലനം പൂർത്തിയാക്കാൻ എടുത്ത സമയം t ആണ്. നമുക്കറിയാം ഹാഫ് ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ശരിക്കും എത്രയാ, t/2 ആണ് നമുക്കറിയാം. മനസ്സിലായോ? ഹാഫ് ദോലനം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് ദോലനം പൂർത്തിയാക്കാൻ ശരിക്കെടുക്കുന്ന സമയം എത്രയാണ്, t എത്രയാക്കാറുണ്ടാവുക, ടോട്ടൽ ടൈമിൻ്റെ പകുതി ടൈം മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ദിസ് t ഈസ് ആക്ച്വലി എന്താടാ, t/2. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടുത്തെ t എന്ന് പറയുന്നത്, t=2 × t എന്ന് എഴുതിക്കൂടെ? കിട്ടി. ടൈം പീരീഡ് കിട്ടി. 2 ടൈംസ് ഓഫ് സ്മോൾ ലെറ്റർ t ആണ്. എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താ ഫ്രീക്വൻസി = 1/ടൈം പീരീഡാണ്. 1/ടൈം പീരീഡ്. അപ്പോൾ എത്ര വരും 1/ടൈം പീരീഡ് എത്രയാണ്, 2t, 1/2t. സോ ദ ആൻസർ ഈസ് 1/2t ഹെഡ്സ്. ആൻസർ എന്താണ്, 1/2t. എന്തൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ദാറ്റ്സ് ദ ആൻസർ. കാര്യം മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ക്ലിയർ? ഓക്കെ. ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്ത് സെറ്റാക്കാം. സോ സം ക്വസ്റ്റ്യൻസ്. യെസ്, F=1/t ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രീക്വൻസി ടൈം പീരീഡ് തമ്മിലുള്ള ബന്ധമാണ് കൊടുത്തിട്ടുള്ളത്. നൗ ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി മീൻസ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി =1 ഹെഡ്സ്. ദെൻ അതിൻ്റെ പീരിയഡ് ടൈമാണ് കാണേണ്ടത്. എന്താ കാണുക, ടൈമിൻ്റെ ഇക്വേഷൻ എന്താ, 1/f. വാട്ട് ഈസ് 1/f? 1/1 = 1 യൂണിറ്റ് സെക്കൻഡ്. ദാറ്റ്സ് ആൻസർ. കിട്ടിയോ? കാര്യം മനസ്സിലായോ? ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ്സ് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ഗുണം, ടൈം പീരീഡ് എന്ത് ഗുണം എത്രയാണ്, 0.5 സെക്കൻഡ്സ് ആണ്. എങ്കിൽ അതിൻ്റെ ആവൃത്തി അഥവാ എഫ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണുക, F = 1/t, ദാറ്റ് ഈസ് 1/0.5. ഒന്നിൽ എത്ര ആരുണ്ട്, 1/0.5 പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് ഈസ് 2. സോ 2 ഹെഡ്സ് ആയിരിക്കും കേട്ടോ. ആൻസർ ഈസ് 2 ഹെഡ്സ്. 2 ഹെഡ്സ് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2 ദോലനങ്ങൾ ഇയാൾ എന്ത് ചെയ്യും, പൂർത്തിയാക്കും എന്നർത്ഥം. കാര്യം മനസ്സിലായോ? സെറ്റാണോ? ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസിയും ആവൃത്തിയും അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്ന ഫുൾ ടോപ്പിക്ക്. സെറ്റല്ലേ? അതാണ്.